എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 1 കിലോ വരുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ ഇതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 3 മുട്ടയാണ്. 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററും എടുക്കാം, അതുപോലെ തന്നെ ഹാൻഡ് വിസ്കും എടുക്കാം. ഹാൻഡ് വിസ്ക് ആണെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്താൽ സ്റ്റിഫ് പീക്സ് ആകും. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്താൽ മാത്രമേ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് മറക്കാതെ ചേർക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. നമ്മൾ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര എടുത്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തരിയുള്ള പഞ്ചസാര 3 തവണകളായിട്ട് ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര മുട്ടയുടെ വെള്ളയിൽ ഒരു 1/4 കപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് കൂടി ചേർക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർക്കാവുന്നതാണ്, നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട്. ഈ മുട്ടയുടെ മഞ്ഞയും ഈ പഞ്ചസാരയും കൂടെ അലിയുന്നവരെ നന്നായിട്ട് ബീറ്റാക്കി കൊടുക്കുക. ഒരു പെയിൽ യെല്ലോ കളറാകുന്നവരെ ബീറ്റാക്കണം. അപ്പോഴാണ് മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ വരാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒരു പെയിൽ യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഉരുക്കിയ ബട്ടറും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. നമ്മളിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്, അപ്പോൾ കൊക്കോ പൗഡർ വേണം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട. അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും നമ്മളിതിലേക്ക് ചേർക്കണം എന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്ററിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാടങ്ങ് ബീറ്റാക്കണ്ട, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് കൈവച്ചും ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് ഈ ബാറ്റർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എഗ് വൈറ്റും എല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തത് കാരണമാണ് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 കപ്പിന് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും പകുതി ബേക്കിംഗ് സോഡയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ടയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തട്ടിയിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 170 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കേക്ക് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്കിൻ്റെ ഒരു ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നത് ഒരുപാട് റെസിപ്പികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറുകളാക്കി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡിൽ ഇത് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് മുകളിലായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ലിക്വിഡായിട്ട് കിട്ടിയ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലും അതുപോലെ തന്നെ മുകളിലും എല്ലാം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിന് മുകളിലായിട്ട് പൈപ്പും ചെയ്ത് കൊടുക്കാം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന ലിക്വിഡായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. 36% ഫാറ്റുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള ചെറിയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ക്യാനിൽ കിട്ടുന്ന ചെറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കേക്കിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 911 ഗ്രാമാണ്. അപ്പോൾ 1 കിലോയ്ക്ക് അടുത്ത് വന്നിട്ടുള്ളൊരു കേക്കാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും കിഡ്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്